ഇടുക്കി ജില്ലയിലെ തോട്ടം തൊഴിലാളികളെയും തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും അനന്തകൃഷ്ണൻ പാതിവില തട്ടിപ്പിന് ഇരയാക്കിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. പ്രതി അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കരുതെന്ന കോർഡിനേറ്റർ വീണ്ടും ആവശ്യപ്പെട്ടു. 500-ലധികം സ്ത്രീകളാണ് മറയൂരിലും കാന്തല്ലൂരിലും മാത്രം ഈ തട്ടിപ്പിന് വിധേയമായത്. ആ പുള്ളീനെ പിടിച്ചുകൊണ്ട് പോയി പിറ്റേന്ന് ഞങ്ങൾ പരാതിപ്പെടുവാന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി ഞങ്ങൾക്ക് ഒരു ഓഡിയോ അയച്ചു തന്നു. ഓഡിയോയിൽ പുള്ളി പറയണ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പൈസ എടുത്ത് പല കാര്യങ്ങൾക്കായി മാറ്റി ചിലവഴിച്ചു. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ പൈസ എന്തായാലും ഉറപ്പായിട്ടും തന്നിരിക്കും, തരും. പക്ഷേ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്. കോർഡിനേറ്റർ ആദ്യം ഗ്രൂപ്പിനകത്ത് ഇട്ടില്ല. എനിക്ക് ഒഫീഷ്യലായിട്ട് ഞാൻ ഒരുപാട് പ്രഷർ ചെയ്തു പുള്ളിക്കാരീനെ. അങ്ങനെയാണ് എനിക്ക് ഒഫീഷ്യലി ഇട്ട് തന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അത് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഓഡിയോ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അകത്തിരിക്കണ ഒരാൾ എങ്ങനെയാണ് ഓഡിയോ, നമുക്കിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് എങ്ങനെ അയക്കും? ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേർന്നു. പറയൂ രാഹുൽ. ഈ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഈ സീഡിന്റെ പേരിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തിൽ മാത്രം ഏകദേശം 1500ഓളം പേര് ഈ സീഡ് സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അത് ഈ 350 രൂപ ഫീസ് കൊടുത്ത് അംഗങ്ങളായിട്ടുള്ളതാണ്. ചില ആളുകൾക്ക് സ്കൂട്ടറൊക്കെ പകുതി വിലയ്ക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 500-ലധികം സ്ത്രീകളെ ഈ അനന്തകൃഷ്ണന്റെ സീഡ് സൊസൈറ്റി പറ്റിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 160 പേർ പരാതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാസ് പെറ്റീഷൻ ആയതുകൊണ്ട് 160 പരാതികളാണ് പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതിൽ 62 കേസുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. ജില്ലയിൽ ഉടനീളം നോക്കിയാൽ 1600 പരാതികളാണ് നിലവിൽ ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ കോർഡിനേറ്റർ വീണ്ടും ഒരു ശബ്ദ സന്ദേശം കൂടി അയച്ചിട്ടുണ്ട്. ഈ അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കരുത്, നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനന്തകൃഷ്ണനെതിരെ കൂടുതൽ കേസുകൾ വരും, പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെയും താമസമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കിട്ടാനുള്ള പൈസയും അതുപോലെ തന്നെ ഈ വാഹനവും അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളൊക്കെ പിന്നെയും കിട്ടുന്നത് താമസിക്കും. അതുകൊണ്ട് പരാതി പരമാവധി കൊടുക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടി കോർഡിനേറ്റർമാർ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കാന്തല്ലൂരിലെ കോർഡിനേറ്ററുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വ്യാപകമായ തട്ടിപ്പ് ഇടുക്കിയിൽ എല്ലാ മേഖലകളിലും നടത്തിയിട്ടുണ്ട്. എല്ലാ ബ്ലോക്കുകളിലും ഇടുക്കി ജില്ലയിൽ ഈ സീഡ് സൊസൈറ്റികൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസുകാർ ഉൾപ്പെടെ പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. താങ്ക് യു